എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10 മുതലുള്ള വേദഭാഗത്തു നിന്നാണ്. റോമർ 12-ന്റെ 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്തായ ദാനമാണ്. ദൈവം ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി നല്ലതെന്ന് മാത്രം കണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ കാപ്പാനും ആക്കി. മനുഷ്യൻ്റെ ഏകാന്തത നന്നല്ല എന്ന് കണ്ട ദൈവം തക്ക തുണയായി ഒരു സ്ത്രീയെ നൽകി ആദ്യ കുടുംബം സ്ഥാപിച്ചു. ദൈവിക പദ്ധതി തിരിച്ചറിയാതെ പോയ മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഏറെ അകലെയായി. ഒടുവിൽ ക്രിസ്തുവിൽ കൂടി ഒരു മടങ്ങിവരവ് മനുഷ്യന് സാധ്യമാക്കി. ഇത് തിരക്കുകളുടെ ലോകമാണ്. എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുന്ന ജീവിതങ്ങൾ. അല്പം കൂടി മെച്ചമായത് ആഗ്രഹിച്ച് ജീവിതത്തിൻ്റെ വേഗത ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ. ഏറെ അടുക്കുവാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും ബന്ധങ്ങളിൽ എവിടെയൊക്കെയോ അകലങ്ങൾ സംഭവിക്കുന്നു. ഈ അതിവേഗ യാത്ര നമ്മിൽ നിന്നും ചിലതൊക്കെ അപകരിക്കുന്നു എന്ന് ധ്യാനിക്കാനും തിരിച്ചറിയാനും നോമ്പിൻ്റെ നാളുകൾ നമ്മളെ പര്യാപ്തമാക്കുന്നു. ദൈവത്തെങ്കിലേക്കും മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കുമുള്ള അകലം കുറയുന്നത് തന്നെയാണ് യഥാർത്ഥ നോമ്പിൻ്റെ അനുഭവം. പൗലോസ് റോമിലെ വിശ്വാസ സമൂഹത്തിൽ നൽകുന്ന ആത്മീയ ഉപദേശങ്ങളാണ് നമ്മൾ വായിച്ച വേദഭാഗം. കർത്താവിനെ സേവിക്കാനും കർത്താവിന് പ്രഥമസ്ഥാനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നൽകാനും ഈ വേദഭാഗത്ത് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തീയ സാക്ഷി നിർവഹണത്തിൽ ദൈവഹിതപ്രകാരമുള്ള പ്രതികരണങ്ങളുടെ പ്രാധാന്യവും ആവശ്യകതയും ഈ ധ്യാനത്തിൽ ഉണ്ട്. 1. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക. കർത്താവിനെ സേവിക്കുക എന്നത് സഹോദര ബന്ധങ്ങളിലും പരസ്പര ബഹുമാനത്തിലും തെളിഞ്ഞു വരേണ്ടതാണ്. തമ്മിൽ അടുക്കുന്നതിൽ കൂടി മാത്രമേ ദൈവത്തോടടുക്കാൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ശത്രുവിനോട് ക്ഷമിക്കുക എന്നുള്ളതിൽ നിന്നും വളരെ ഉയരെയാണ് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. അതും മനസ്സോടെ ചെയ്യണമെന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. സഹോദര ബന്ധത്തിൽ സംഭവിക്കുന്ന തകർച്ചകൾ യഥാസമയം മനസ്സിലാക്കി ദൈവഹിതത്തിന് വിധേയപ്പെട്ട് സംഭവിച്ച വിള്ളലുകൾ വിളക്കി ചേർക്കാൻ നമുക്ക് സാധ്യമാകണം. ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല മുറിവുകളും ബന്ധങ്ങളിലെ അകലം വർദ്ധിപ്പിക്കുന്നതാണ്. സഹോദര ബന്ധങ്ങളുടെ ശാക്തീകരണം സഭയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമാണ്. ഈ ചിന്ത പൗലോസ് ഗൗരവമായി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഉണ്ടെങ്കിലും ആരും ലഭ്യമാകുന്നില്ല എന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ വലിയ പോരായ്മയാണ്. പങ്കിടപ്പെടുന്ന സന്തോഷങ്ങൾ അതിനേക്കാളൊക്കെ അപ്പുറമായി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന സഹോദരൻ്റെ വേദനയും കണ്ണീർ ചാലുകളും ഒക്കെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. തമ്മിൽ ഐക്യമത്യം ഭാവിക്കാൻ, ആരുമില്ലാത്തവർക്ക് ആരെങ്കിലുമൊക്കെ ആയി എളിയവരോട് ചേർന്ന് നിൽക്കാൻ പൗലോസ് റോമാ സഭയെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെയും ചിന്തകൾ അത്തരത്തിലുള്ളതാവട്ടെ. ഒരു ദിവസം ഒരാളോടെങ്കിലും ഒപ്പം ചേർന്ന് നിൽക്കാൻ, ചെറിയ കൈത്താങ്ങലാകാൻ, സ്നേഹിക്കാൻ, ക്ഷമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്നിൻ്റെ പകൽ ഞങ്ങൾക്ക് ദാനമായി നൽകിയതോർത്ത് സ്തോത്രം. അതിൻ്റെ സാധ്യതകളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ സഹോദര്യ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വാക്കും കർമ്മവും ഞങ്ങളുടെ ആഗ്രഹങ്ങളുമെല്ലാം ദൈവഹിതത്തിൽ യോജിച്ചതാകണമേ. ഞങ്ങളുടെ മുറിവുകളെ കണ്ടെത്തി അതിനെ വെച്ചുകെട്ടുവാൻ, തിരുത്തുവാൻ, സ്നേഹിപ്പാൻ ഒക്കെ ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ പകൽക്കാലം അങ്ങനെയുള്ള നല്ല ചാലകങ്ങളായി വർത്തിപ്പാൻ
ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ, ജീവിതത്തിൻ്റെ സന്തോഷവേളകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന എല്ലാവർക്കായും നന്ദിയോടെ സ്തോത്രം. ദുഃഖവും ഭാരവും പ്രയാസവുമായി നടക്കുന്ന കർത്താവേ, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കരുണയും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.